അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിലെ നോമ്പുകളും ഇബാദത്തുകളും അല്ലാഹു ഖബൂൽ ചെയ്ത് പരിശുദ്ധമായ റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും സ്വർഗ്ഗപ്രവേശനവും പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പുണ്യവും ഒക്കെ അല്ലാഹു നമുക്ക് ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു, അർബഉൻ മിൻ സആദത്തിൽ മർഇ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതവന്റെ ജീവിതത്തിൽ വിജയകരമാണ്, അവന്റെ ജീവിതം വിജയമാണ് എന്ന് നബി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. അതിലൊന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അൻ തകൂന സൗജത്തുഹു സ്വാലിഹ. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവന് സ്വാലിഹത്തായ ഒരു ഇണയെ ലഭിക്കുക എന്നുള്ളതാണ്. തിരിച്ചങ്ങനെയാണ്, ഒരു പെണ്ണാണെങ്കിൽ സ്വാലിഹായ ഭർത്താവിനെ ലഭിക്കുക. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഭർത്താവിനെ കഷ്ണങ്ങളാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് കൊണ്ടുപോയി ഫ്രീസറിൽ സൂക്ഷിക്കുന്ന ഒരു കാലമാണ്. എല്ലാവരും സൂക്ഷിക്കണം, അല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? അന്തകൂന സൗജത്തുഹു സ്വാലിഹ. എത്രയോ വർഷങ്ങളായി പ്രവാസ ജീവിതം നയിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിന് വേണ്ട കഷ്ടപ്പാടുകൾ, 10-40 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച് തൻ്റെ മജ്ജയും ശരീരത്തിന്റെ ഓരോ നീരും ചോരയും ഒക്കെ വിയർപ്പാക്കി മാറ്റിയിട്ട് പണിയെടുത്തിട്ട് നാട്ടിലേക്ക് എല്ലും തോലുമായി കടന്നു വരുന്ന ഭർത്താവിനെ എന്താ ഭാര്യയ്ക്ക് വേണ്ട. എന്ത് ചെയ്തു? ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിൽ, ഏറ്റവും പുഷ്കരമായ സമയത്ത് നല്ല രൂപത്തിൽ ഗൾഫിലേക്ക് പോയിട്ട് ആ ചൂടും വെയിലും ഒക്കെ ഏറ്റിട്ട് തൻ്റെ ശരീരത്തിന്റെ സൗന്ദര്യങ്ങളൊക്കെ വാടി തളർന്ന് നാട്ടിലേക്ക് എത്തുന്ന ഒരു ഭർത്താവിനുണ്ടാകുന്ന ഗതികേടാണ്. എത്രയോ പേര് ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ ഭാര്യ അങ്ങനെയായിപ്പോയി, ഞാൻ അവൾക്കു വേണ്ടിയാണ് ജീവിച്ചത്. എത്ര വലിയ സമ്പാദ്യത്തിന്റെ കൊടുമുടികൾ നമുക്കുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരുന്ന ഏക കാര്യമെന്ന് പറയുന്നത് ആരാണ്? ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചു, നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ബട്ടൺ വരെ അഴിച്ചു തരുന്ന ഒരു ഭാര്യയാണ് ആരും. ഏത് ഭാര്യ? സ്വാലിഹത്തായ ഭാര്യ. സമാധാനം നൽകുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റേത് അനുഗ്രഹമുണ്ട് എങ്കിലും അല്ലാഹു തആല നമുക്ക് നൽകിയ ഭാര്യ നമുക്ക് സ്വാലിഹത്തായി മാറിയിട്ടില്ല എങ്കിൽ അത് വലിയൊരു ദുരന്തമാണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം അന്തകൂന സൗജത്തുഹു സ്വാലിഹ. സ്വാലിഹായ പെണ്ണ്. നീ പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് രാവിലെ പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി വൈകുന്നേരം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തളർന്ന് വാടി നമ്മുടെ വീട്ടിന്റെ വാതിൽക്കലേക്ക് എത്തി നിൽക്കുമ്പോൾ പുഞ്ചിരി തൂകി സമാധാനിപ്പിച്ച് സ്വീകരിച്ച് നമ്മെ കൊണ്ടുപോകുന്ന ഭാര്യ, അതാണ് ആരാണ്? സ്വാലിഹത്തായ പെണ്ണ്. സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും, ഒന്നും കഴിക്കാനും കുടിക്കാനുമില്ല എങ്കിലും സാന്ത്വനം നൽകി, പരിപൂർണമായി സമാധാനം നൽകി, വേണ്ട നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, നിങ്ങൾ കടം വാങ്ങണ്ട, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് പരിപൂർണമായി സാന്ത്വനപ്പെടുത്തുന്നവളാണ് പരിശുദ്ധവതിയായ സ്വാലിഹത്തായ ഭാര്യ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഒരാളുടെ ജീവിതത്തിൽ, അപ്പൊ എന്റെ ജീവിതം വിജയമാണോ എന്ന് ഏത് വെച്ച് നോക്കണം? എന്റെ ഭാര്യ സ്വാലിഹത്താണോ എന്ന് വെച്ച് നോക്കണം. ഒന്നാമത്തെ മാർക്കിടുക. എല്ലാവരും അവരുടെ മനസ്സിന്റെ അകത്ത് ടിക്ക് രേഖപ്പെടുത്തുക, ഇൻഡ് രേഖപ്പെടുത്തുക. ഞാൻ പരാജയപ്പെട്ടു പോയി, എന്ത് ചെയ്യാൻ പറ്റും ഉസ്താദ്? ഇനിയിപ്പോ രണ്ടാമതൊന്നും കിട്ടാൻ പറ്റുമോ? മക്കളടിക്കത്തില്ലേ? അല്ലെ, രണ്ടാമത് വാപ്പമാർക്ക് വേറെ കല്യാണം കഴിക്കാം. അപ്പൊ ഭാര്യമാര് മരിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രണ്ടാമത് കല്യാണം കഴിക്കാൻ തടസ്സം നിൽക്കുന്ന മക്കളുള്ള വർത്തമാനകാലമാണ്. പക്ഷെ ഇസ്ലാമിന്റെ വിരുദ്ധം അത്. വാപ്പാടെ ഭാര്യ, ഉമ്മ മരിച്ചുപോയ വാപ്പാക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ? കഴിക്കണോ? ഇവിടെ എല്ലാവരും അങ്ങനെ മരിക്കാത്തവരാ, അതുകൊണ്ട് കുഴപ്പമില്ല, ആരും മിണ്ടുന്നില്ല. വാപ്പ മരിച്ചു പോയാല് വാപ്പാക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ പാടുണ്ടോ? കഴിക്കണമല്ലോ. ഇസ്ലാം വിലക്കിയിട്ടുണ്ടോ? ഇവിടെ ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു. ഇവിടെ ആരും മരിക്കാത്തവരാ. വാപ്പാടെ ഭാര്യ മരിച്ചുപോയാൽ രണ്ടാമത് അവർക്ക് കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഉണ്ട്, അല്ലേ? അതിന് യുദ്ധമുണ്ടോ?
ഇദ്ദയുണ്ടോ? ഭാര്യ മരിച്ച ഭർത്താവിന് ഇദ്ദയുണ്ടോ? 4 മാസം അല്ലെങ്കിൽ 10 ദിവസവും. എന്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. നല്ല 10-60 വയസ്സുള്ള ആളാണെങ്കിലും നല്ല കരുത്തനായ ആളാണ്. ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടു. 2 ആൺമക്കളും ഒരു മോളുമാണ്. അവരെല്ലാം കല്യാണം കഴിച്ചു. പക്ഷെ ഇദ്ദേഹം നല്ല റബ്ബർ ഷീറ്റൊക്കെ എടുത്തു ജീവിച്ച് നല്ല ലോഡ് ചെയ്ത് ലോറിയൊക്കെ ഉള്ള ആളാണ്. ഭാര്യ പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഭാര്യ മരിച്ചുപോയി. ചെറുപ്പക്കാരിയായ ഭാര്യയാണ്. ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കണം. പക്ഷേ കല്യാണ ആലോചനകളെ വന്നപ്പോഴത്തേക്ക് മക്കളെല്ലാം കൂടി ഭയങ്കരമായ യുദ്ധം. എന്നെ സമീപിച്ചു. ഞാൻ തൻ്റെ ഇളയ മകനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു ഇളയ മകൻ എന്നോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് 1 വർഷമായില്ലല്ലോ. ഇസ്ലാം പറയുന്നുണ്ട് 1 വർഷമൊന്നും. ഭാര്യ ഇന്ന് മരിച്ചാൽ നാളെ ആർക്ക് കല്യാണം കഴിക്കാം? ഭാര്യ ഇന്ന് മരിച്ചാൽ നാളെ രാവിലെ ആർക്ക് കല്യാണം കഴിക്കാം? ഇതെന്താ ഒന്ന് പറയേ. ഇന്ന് ഭാര്യ മരിച്ചു പോയാല് നാളെ ആർക്ക് കല്യാണം കഴിക്കാം? ഭർത്താവിന് കല്യാണം കഴിക്കാന്ന്. അത് ഇസ്ലാമിക വിരുദ്ധമൊന്നുമല്ല. പിന്നെ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല അല്ലെ? ഇസ്ലാമിക വിരുദ്ധമൊന്നുമല്ല. ഇന്ന് വൈകുന്നേരം ഭാര്യ മരിച്ച് നാളെ അടക്കി കഴിഞ്ഞിട്ട് ഭർത്താവിന് എന്ത് ചെയ്യാം? മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാം. അത് ഇസ്ലാമിന് വിരുദ്ധമൊന്നുമല്ല. പക്ഷെ നമ്മുടെ സാഹചര്യവും നമ്മുടെ നാടും നമ്മുടെ വിഷമവും പ്രയാസവും ഒന്നും നമുക്കത് അനുവദിക്കത്തില്ലെന്നേ ഉള്ളൂ. ഇസ്ലാമിന് വിരുദ്ധമൊന്നുമല്ല. അപ്പൊ എന്താ? അപ്പൊ രണ്ടാമത് കല്യാണം കഴിക്കാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ ഒരു ഭാര്യ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ പുരുഷന് രണ്ടാമത് കല്യാണം കഴിക്കാൻ മക്കൾ വിലങ്ങ് തടിയിടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പൊതുവെ കാണപ്പെടുന്നത്. അത് ഏറ്റവും ശക്തിയുക്തമായി എതിർക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രവും അതുപോലെ സ്വഹാബത്തിന്റെ ചരിത്രവും ഒക്കെ അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ മരിക്കുന്നതിന് എനിക്കിനി 3 ദിവസം കൂടിയേ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു എന്ന് എന്നോട് അറിയിക്കപ്പെട്ടാൽ പോലും ആ സമയത്ത് പോലും ഞാൻ വിഭാര്യനായി കഴിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അത് ഒരുപാട് വിഷയമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സന്ദർഭം അനുസരിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ജീവിതത്തിന്റെ വിജയമായി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ലഹു സൗജത്തുൻ സ്വാലിഹ. സ്വാലിഹായ ഇണയുണ്ടോ? നിങ്ങൾ മാർക്ക് രേഖപ്പെടുത്തിക്കോ. 1ാമത്തെ വിജയം നിങ്ങൾക്കുണ്ടായി. നീ അത് ഇല്ല എങ്കിൽ എന്തൊക്കെ ഉണ്ടായിട്ടൊരു കാര്യമല്ല. 2ാമത്തെ കാര്യം അന്തകൂന ഔലാദുഹു അബ്റാറ. അബ്റാറ. ലഹരിയുടെയും കഞ്ചാവിന്റെയും ഒരു വർത്തമാന ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കൃത്യമായി ഇബാദത്തുള്ള, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന ഉത്തമ സന്താനങ്ങൾ ഒരാൾക്കുണ്ടോ? രണ്ടാമത് നിങ്ങൾ മാർക്ക് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തുണ്ടായി? വിജയമുണ്ടായി. സ്വാലിഹായ മക്കൾ, ഗുണവാന്മാരായ അബ്റാറുകളായ ഗുണവാന്മാരായ സന്താനങ്ങൾ ഉണ്ട് എങ്കിൽ, ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ നിക്കാഹിന് വരെയും വാപ്പായും ഉമ്മായും കുടുംബക്കാരും ഒന്നും വേണ്ട, എല്ലാം അവർ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മുഴുവനും അവർ സ്വന്തം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ആഴ്ച ഒരാൾ സൂചിപ്പിച്ചതുപോലെ, ഇനി നിക്കാഹ് നടത്തി കൊടുക്കാൻ ഒരു വാപ്പയ്ക്ക് ഭാഗ്യം ലഭിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണണം. ഒരു മകളെ സ്വന്തം വാപ്പാക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞോ. എന്തിനാ? ഇത്രയും പോറ്റി വളർത്തിയിട്ട് അല്ലേ, ഒരു നല്ലൊരു വരന്റെ കയ്യിൽ വാപ്പ നല്ല അന്വേഷിച്ചു കണ്ടെത്തിയിട്ട് ഒരു വരന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി പക്വമായ രീതിയിൽ ഒരു മകൾ സോലിഹത്തായിട്ട് വളർന്നു വന്ന് നിങ്ങൾ അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്താൽ ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. അതൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പ പോണം എവിടെ? രജിസ്റ്റർ ഓഫീസിൽ പോണം. 2 പേരും കൂടെ അവിടെ നിൽക്കുക. എവിടെ? രജിസ്റ്റർ ഓഫീസിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് ഫോൺ വിളിക്കും. എനിക്കിത് മതി. ഏതായാലും ഗുണവാന്മാരായ സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ 2ാമത്തെ വിജയത്തിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. 3ാമത് വഖുലതാഉഹു സ്വാലിഹീന. സ്വാലിഹീങ്ങളായ കൂട്ടുകാർ. സ്വാലിഹീങ്ങളായ കൂട്ടുകാര് നമുക്കുണ്ട് എങ്കിൽ, നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന, തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എന്തെങ്കിലും മോശമായ പ്രവണതയിലേക്ക് നാം നീങ്ങുമ്പോൾ നമ്മെ തെറ്റിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് നന്മയുടെ പാത കാണിച്ചു കൊടുക്കാൻ, കൃത്യമായ ഇബാദത്തിലേക്ക് കൊണ്ടുവരുവാൻ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് സുഹൃത്ത് വലയങ്ങൾ ഉണ്ട് എങ്കിൽ
കൂട്ടുകാർ നമുക്കുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാരണം തെറ്റിലേക്ക് പോയാൽ അയാൾക്ക് തെറ്റിലേക്ക് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് നാം ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നെ തിരുത്തിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടാകുകയാണെങ്കിൽ അതൊരു മനുഷ്യന്റെ മൂന്നാമത്തെ വിജയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നാലാമത് പഠിപ്പിച്ചു വയകൂന റിസ്ഖുഹു ഫീ ബലദിഹി, അവന്റെ ഉപജീവനം ഈ സ്വദേശമായ നമ്മുടെ നാട്ടിൽ ഏതൊരു മനുഷ്യന് ലഭ്യമാകുന്നുണ്ടോ അത് ആ മനുഷ്യന്റെ വിജയത്തിന്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ പ്രവാസികളെ കുറ്റപ്പെടുത്തുന്നതല്ല, റസൂലുള്ളാഹി പറഞ്ഞതാ. നിങ്ങൾ അധ്വാനിക്കാനും സമ്പത്തുണ്ടാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിനു വേണ്ടി നിങ്ങൾ ഗൾഫിലേക്കോ വിദേശ രാഷ്ട്രങ്ങളിലേക്കോ മറ്റു മറുനാടുകളിലേക്കോ നിങ്ങൾ പോയി ജോലി ചെയ്യുന്നത് എന്താ, അതൊരു ആസ്വാദ്യകരമായ കാര്യമല്ല. ഭാര്യയെ വിട്ടു പോകേണ്ടി വരും അല്ലെ, മക്കളെ വിട്ടു പോകേണ്ടി വരും, കുടുംബക്കാരെ വിട്ടു പോകേണ്ടി വരും, ഒരുപാട് കണ്ണുനീര് കാണേണ്ടി വരും, പ്രയാസം നേരിടേണ്ടി വരും. ഒരു പനി വന്നാലോ രോഗം വന്നാലോ നമ്മെ ശുശ്രൂഷിക്കാൻ ആരും ഉണ്ടാകത്തില്ല. നമ്മെ എവിടെ കൊണ്ടിട്ടിരിക്കുന്ന സ്പോൺസറും അറബികളും കഫീലും ഒക്കെ തിരിഞ്ഞോക്കത്തില്ല. വല്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലോ നമുക്കൊരു പനി വന്നാൽ നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വന്തം നാട്ടിൽ അവന്റെ നാട്ടിൽ ഒരു മനുഷ്യന് ഉപജീവനത്തിന്റെ മാർഗം ഒരാൾക്ക് ലഭ്യമായാൽ അത് അല്ലാഹു തആല ആ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, വിജയത്തിന്റെ അടിസ്ഥാനമാണ്, അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ്